പോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ? ശ്രീ രമേഷ് ജി ആ ഫയൽ പഠിക്കാൻ ആയിരുന്നു. കാരണം ഇന്ന് ശ്രീ കെ ആന്റണിജി ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ബ്രീഫിംഗ് നടത്തിയിരുന്നു AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ. അന്നത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. തീർച്ചയായും ആ ഫയലുകൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഒരു പോളിസി ഡിസിഷൻ എടുത്തിരുന്നേ. പോളിസി ഡിസിഷൻ OROP നടപ്പിലാക്കും. അതിന്റെ ബഡ്ജറ്റിംഗ് ഇഷ്യൂ ഒരു സെക്കൻഡ് ഇഷ്യൂ ആണ്. ബഡ്ജറ്റ് ഗവൺമെന്റ് ഞങ്ങൾ പോകുന്നു, ആ സമയത്താണ് ഇത് നടക്കുന്നത്. ബഡ്ജറ്റിംഗിന്റെ ഇഷ്യൂ ഫസ്റ്റ് ഇൻപുട്സിന്റെ ബേസിസ്മേയാണ് ചെയ്തത്. ആ ഇൻപുട്ടിന്റെ ബേസിസിൽ പിന്നെ ഗവൺമെന്റ് പുതിയതായിട്ട് വന്നു. അവരെന്താണ് പറഞ്ഞത്? അവര് പറഞ്ഞത് ഇത് ഹരിയാനയിലെ റിവാഡിയിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ആദ്യം ചെയ്യാൻ പോകുന്നത് OROP. തീർച്ചയായും ചെയ്യട്ടെ, ഞങ്ങൾ ബഡ്ജറ്റിംഗ് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഗവൺമെന്റ് മാറി കഴിഞ്ഞിരിക്കുന്നു. 500 കോടിയോ 1000 കോടിയോ 25 കോടി ആയാലും ഞങ്ങൾ അത് നടപ്പിലാക്കും. ഇവരതല്ല, പെട്രോളിയം പ്രൈസസ് കംപ്ലീറ്റ് ആയിട്ട് താഴെയാണ് വന്നിരിക്കുന്നത്. അന്നും പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് കിട്ടുന്ന സമയത്ത് ഇവരുടെ ബഡ്ജറ്റിൽ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് നാട്ടുകാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഡിഫൻസ് പേഴ്സണലിനെ വെച്ച് ഇവർ ഇലക്ഷന് ഇറങ്ങാൻ പോകാൻ നിൽക്കുകയാണ്. അവരുടെ എല്ലാ ഓപ്പറേഷൻസും. പക്ഷെ ആ ഒരു ഡിഫൻസ് ഒഫീഷ്യൽസിന് കിട്ടുന്ന ആ പെൻഷനെ പറ്റി പറയുമ്പോൾ 40 കൊല്ലം മുമ്പ് അവർ എന്തുകൊണ്ട് ചെയ്തില്ല? ഭരിക്കുന്നത് ഞങ്ങൾക്കാണ് ഈ സിറ്റുവേഷൻ സ്റ്റഡി ചെയ്യുന്നത്. വാഗ്ദാനങ്ങൾ ചെയ്തത് ഞങ്ങളാണ്. ഞങ്ങൾ വാഗ്ദാനം ഒന്നും ചെയ്തില്ല. വാഗ്ദാനം ചെയ്യാതെ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ഫയൽസ് ക്ലിയർ ആക്കി. ആ ഫയലുകളൊന്ന് പഠിച്ചു നോക്കൂ, അതിന് വ്യക്തതയുണ്ട്. ശരി, താങ്കൾ ദയവിത് ടെലിഫോണിലേക്ക് തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, 4 ദിവസം മുൻപ് ഈ ദീപാവലി ആഘോഷം പ്രധാനമന്ത്രി നടത്തിയത് ഹിമാചലിലെ ഒരു ഉയർന്ന പോസ്റ്റിൽ വെച്ചാണ്. ITBP സേനാംഗങ്ങളുമായിട്ടായിരുന്നു അദ്ദേഹം മധുരം പങ്കുവെച്ച് ദീപാവലി ആഘോഷിച്ചത്. എന്ന് മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ പൗരന്മാരോടും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുമുണ്ടായി, നിങ്ങൾ സൈനികർക്ക് സന്ദേശങ്ങൾ അയക്കൂ എന്നൊക്കെ. ഒപ്പം തന്നെ അദ്ദേഹം ശക്തമായി പറഞ്ഞ കാര്യമാണ് ഈ 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പാക്കിയെന്നും. ഇതൊക്കെ പ്രതീക്ഷ നൽകുന്നതിനൊപ്പം തന്നെ നിരാശയും സമ്മാനിച്ചിട്ടില്ലേ സൈനിക കുടുംബങ്ങൾക്ക്, സൈനികർക്ക്? അത്തരമൊരു നിരാശയിൽ നിന്നായിരിക്കില്ലേ ഒരുപക്ഷെ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി കൊടുക്കുന്നത്? എൻ്റെ ചോദ്യം നിയമപരം കൂടിയാണ്. മോട്ടിവേറ്റിംഗ് എ പേഴ്സൺ ടു കമ്മിറ്റ് സൂയിസൈഡ് ഓൺ ഫോൾസ് പ്രോമിസസ് ഫോർ പൊളിറ്റിക്കൽ ഗെയിൻസ് ഈസ് ക്രിമിനൽ ആൻഡ് സച്ച് പേഴ്സൺസ് ഷുഡ് ബി അറസ്റ്റഡ്. അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റിൻ്റെ നിയമപരമായ വൃത്തത്തിൽ വരുന്ന വ്യക്തിയുടെ പേരെന്തായിരിക്കും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല വേണു, ഇപ്പോൾ വായിച്ച നിയമവ്യവസ്ഥ വളരെ വ്യക്തമാണ്. ആ നിയമമനുസരിച്ച് ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട്. കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ, ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടതുപോലെ, ഈ ദീപാവലി അത് ജവാന്മാർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ആഘോഷിച്ചത്. നമ്മളതിനെ സ്വാഗതം ചെയ്തു. കാരണം ഒരു പ്രധാനമന്ത്രി സൈന്യവുമായി ആ നല്ല ബന്ധം സ്ഥാപിക്കുകയും അത് പുലർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ പ്രഖ്യാപിച്ച ഒരു കാര്യം, ഒരേ റാങ്കിന് ഒരേ പെൻഷൻ എന്ന പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു എന്ന് അവിടെ സൈനികരോട് പ്രധാനമന്ത്രി പറയുകയും, ഇവിടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഒരു വിമുക്ത ഭടൻ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ശ്രീ ടോം വടക്കൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ കേട്ടത് രമേശ് പറഞ്ഞത് അല്ല, നമ്മൾ മനസ്സിലാക്കിയത് നീലകണ്ഠൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ആ സൈനികൻ, ഹതഭാഗ്യനായ സൈനികൻ, നിരാശനായ സൈനികൻ പ്രതിരോധ മന്ത്രിയെ കാണാൻ പോലും പരിശ്രമിച്ചു, അതുപോലും നടന്നില്ല. അയാൾ നിരാശനാണ്. അയാൾക്ക് കിട്ടിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. അയാൾക്ക് കിട്ടിയ വാഗ്ദാനങ്ങളൊന്നും സഫലമായില്ല. അത് ശരിയായ വാഗ്ദാനങ്ങളായിരുന്നില്ല. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. അത് ഒരു വ്യക്തിയുടെ, ഒരു ജവാന്റെ മരണമാണെങ്കിൽ പോലും ആ മരണത്തിന് ഉത്തരവാദി ഉണ്ടാകണം. എല്ലാ ആത്മഹത്യയുടെ കാരണം നമുക്ക് പലപ്പോഴും വ്യക്തമാകാറില്ല. പക്ഷെ ഇവിടെ കാരണം വ്യക്തമാണ്. അതുകൊണ്ട് കാരണക്കാർ അതിന് ഉത്തരവാദിയാണ്. ശ്രീ MT രമേശ് അതിന് മറുപടി പറയണം. ഒപ്പം തന്നെ ഈ ഉയർന്ന സ്ഥലങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന ധീരജവാന്മാർക്കൊപ്പം ആഘോഷവേളകൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് മഹനീയമായ കാര്യം തന്നെയാണ്. അതിനൊന്നും ഒരു തെറ്റുമാരും കാണുന്നില്ല. പക്ഷേ വെറും വായ്ത്താരിയിലേക്ക് മാത്രമായി
ഇത്തരം യാത്രകൾ ചുരുങ്ങരുത്. വെറും ലഡു വിതരണത്തിലേക്ക് മാത്രമായി ആ മാധുര്യത്തിൻ്റെ ആയുസ് ചുരുങ്ങുകയും ചെയ്യരുത്. ജീവിതം ആണ് ബലി കൊടുക്കുന്നത് ഓരോ വ്യക്തിയും. അതിന് പ്രതിഫലമായി കിട്ടുന്നത് മരണത്തിൻ്റെ ചവർപ്പാണ് എങ്കിൽ നിങ്ങളിനി ഏത് ഉയർന്ന സ്ഥലങ്ങളിൽ പോയി, എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ നിൽക്കുന്ന പോസ്റ്റുകളിലും പോയി ഈ സൈനികരെ ഹാർദമായി സ്വാഗതം ചെയ്തും ആലിംഗനം ചെയ്തും മധുരം വിളമ്പിയും മധുരവാക്കുകൾ വിളമ്പിയും നിന്നിട്ട് എന്ത് കാര്യം ശ്രീ രമേശ്? 40 വർഷക്കാലമായി കാത്തിരുന്ന ഒരു നേട്ടം സ്വന്തം കൈക്കുമ്പിളിൽ വരുമ്പോൾ ആഹ്ലാദിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് വേണു. ഒരാളുടെ മരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ആഹ്ലാദത്തെ മറികടക്കുന്നതാണ് ഒരു കുടുംബത്തിൻ്റെയും ഒരാളുടെ കണ്ണീരും ഒരാളുടെ മരണവും എന്ന തത്വത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ആഹ്ലാദിക്കുമ്പോഴും ഒരാൾ ഈ വിഷയത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം ഖേദകരമാണ്, വേദനയുണ്ടാക്കുന്നത്. ഞാൻ അതിലൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഈ ആനുകൂല്യം കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ആ ആളുകളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഇനിയും ബാക്കിയുണ്ട്. ദീപാവലി സന്ദേശത്തിൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു എല്ലാ ജവാന്മാർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചു. ആ ജവാന്മാരോട് കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൃത്യതയുണ്ട്, വാഗ്ദാനം വെറുതെ പറയുകയില്ല. 10,000 കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചാൽ മാത്രമേ എല്ലാ ജവാന്മാർക്കും ലഭിക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഇതിപ്പോൾ ഏകപക്ഷീയമായി ഗവൺമെൻറ് നടപ്പിലാക്കിയതല്ല. ഒരുപാട് വട്ടം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അവസാനം ജന്തർ മന്ദിറിൽ സമരം നടത്തുന്ന വിമുക്ത ഭടന്മാരുടെ സംഘടന, 3 സംഘടനകൾ, ആ 3 സംഘടനയും പ്രതിനിധികളെ വിളിച്ചുകൂട്ടി സമ്മേളനം നടത്തി അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് പ്രാവർത്തികമാക്കിയത്. അതിൽ വിയോജിപ്പുള്ള ഒരു ഘടകം, ഒരു ടീം, അവരാണ് ഇപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തീരുമാനമെടുത്തു. 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കി. ഞങ്ങൾ ആ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുകയാണ്. രമേശ്, ഇത് പഴുതടച്ച് നിങ്ങൾ ചെയ്തൊരു കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു 3 വിഭാഗം അവിടെ സമരം ചെയ്തിരുന്നു, 2 വിഭാഗത്തിന് കാര്യങ്ങളെല്ലാം ബോധ്യമായി. ഒരു വിഭാഗം മാത്രമാണ് ആശയക്കുഴപ്പമുള്ള പാവം പിടിച്ച കുറേ ആളുകൾ, അവർക്ക് കാര്യങ്ങൾ ഇനിയും ബോധ്യപ്പെടാത്തതുകൊണ്ട് ജന്തർ മന്ദറിൽ ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെന്ന്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. പിൻവാങ്ങിയ ആളുകൾക്കുമുണ്ട് വിമർശനം. ഇത് പഴുതടച്ചും വ്യക്തതയോടെയുമല്ല നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് എന്ന വിമർശനം. അത് കണ്ണടച്ചുകൂടെ അതിന് നേർക്ക്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ പറയുന്ന ദീപാവലി ആഘോഷത്തിൽ വ്യാപൃതനായിരിക്കുന്ന നരേന്ദ്രമോദിക്കൊരു കത്ത് കിട്ടുന്നുണ്ട്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ്റെ കത്ത്. ആ കത്തിൽ അദ്ദേഹം പറയുകയാണ്, ധാരാളം ആശങ്കകളുണ്ട് സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തോട് പോരടിക്കേണ്ട ഒരു ആവശ്യം വരരുത്, അവരെ വിശ്വാസത്തിലെടുക്കണം. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ആ കത്തിൽ. സിവിലിയൻസും ഈ പറയുന്ന സൈനികരും തമ്മിലുള്ള പാരിറ്റി, അതിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഉറി ആക്രമണത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ പത്താൻകോട് ആക്രമണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വാചാലരാകുന്ന അതേ സന്ദർഭത്തിലാണ് ഈ ഡിസബിലിറ്റി പെൻഷൻ ഒരു പുതിയ സ്ലാബ് സിസ്റ്റം കൊണ്ടുവന്ന് അതിൻ്റെ ഗുണഭോക്താക്കളെ ആകെ നിരാശപ്പെടുത്തുന്ന തരത്തിൽ വക്രീകരിച്ചത് എന്ന വിമർശനങ്ങൾ വരുന്നു. അത് രാഹുൽ ഗാന്ധി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 7ാം പേ പാനൽ, പേ കമ്മീഷൻ്റെ റിപ്പോർട്ട്, അത് ഈ സിവിലിയൻ ഉദ്യോഗസ്ഥരും സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള അന്തരം അതിനേക്കാൾ കൂടുതലാക്കുകയാണ് എന്ന പ്രശ്നം വരുന്നു. അത് പരിഹരിക്കേണ്ടതുണ്ട്. പിന്നെ 1 റാങ്ക് 1 പെൻഷനിലെ അപാകതകളും പരിഹരിക്കണം. ഈ കാര്യത്തിൽ ആരോഗ്യകരമായ ഒരാശയ സംവാദം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ രാംകിഷൻ അവിടെ ആത്മാഹുതി ചെയ്യുമായിരുന്നില്ല. രമേശ്, അതിനെക്കാട്ടും എളുപ്പമായിരുന്നില്ലേ വേണു? നരേന്ദ്രമോദിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് രാഹുൽ ഗാന്ധി കത്തയക്കുന്നതിന് പകരം 2 വർഷം മുമ്പ് രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയേക്കാൾ സ്വീകാര്യനായിട്ടുള്ള മൻമോഹൻ സിംഗിനോട് ഒന്ന് ചെവിയിൽ പറഞ്ഞാൽ പോരായിരുന്നു ഈ കാര്യം? ആത്മഹത്യ ഉണ്ടാകുമായിരുന്നില്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നല്ലോ. 10 കൊല്ലക്കാലം 40 കൊല്ലക്കാലത്തെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. 10 കൊല്ലക്കാലം കേന്ദ്രം ഭരിച്ച UPA ഗവൺമെൻറ്റിൻ്റെ നിയാമകമായിട്ടുള്ള തീരുമാനമെടുത്ത വ്യക്തിയാരാ? രാഹുൽ ഗാന്ധിയല്ലേ? രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നില്ലേ ഈ രാജ്യത്ത്? ഈ പറയുന്ന കാര്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് 10 വർഷം നടപ്പിലാക്കാമായിരുന്നില്ലേ? ഈ 10 വർഷം കാത്തിരുന്നിട്ട് ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്നതിൻ്റെ തലേ ദിവസത്തെ ബഡ്ജറ്റിൽ വെറുതെ ചുമ്മാ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അതിൻ്റെ ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഇത് ഈ കുരുട്ടുബുദ്ധി മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ആരാ ഉള്ളത്?
അപ്പോൾ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് കത്തയക്കുന്ന നല്ല കാര്യം തന്നെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, നല്ല കാര്യം തന്നെയാണ്, ഞാനിതിനെ വിമർശിക്കുന്നില്ല. പക്ഷേ 10 വർഷം അധികാരത്തിലിരുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം അദ്ദേഹം ഇടക്കിടക്ക് അധികാരത്തെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് ഇടക്കിടക്ക് ഓർമ്മിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൺ റാങ്ക് വൺ പെൻഷൻ എന്നുള്ളത് ഞങ്ങളുടെ നയമായിരുന്നു. നേരത്തെ തന്നെ BJP മുമ്പോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ്. തെരഞ്ഞെടുപ്പ് റാലിയിൽ, ആദ്യത്തെ റാലിയിൽ നരേന്ദ്രമോദി അക്കാര്യം പറഞ്ഞു. ഹരിയാനയിലെ പൂർവ്വ സൈനികന്മാരുടെ റാലിയിൽ നരേന്ദ്രമോദി BJP അധികാരത്തിൽ വന്നാൽ വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി ആ കാര്യം ആവർത്തിച്ചു. രണ്ടാം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൻ്റെ മുമ്പേ തന്നെ ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. പദ്ധതി പൂർത്തീകരിക്കാൻ സമയമെടുക്കും. നമ്മളിപ്പോൾ വെറുതെ പ്രായോഗികമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാണ് ശ്രീ MT രമേശിന്റെ ചോദ്യം. ശ്രീ ടോം വടക്കൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. ശ്രീ CR നീലകണ്ഠൻ, കത്തയച്ച് കളിക്കുകയാണ് രാഹുൽ ഗാന്ധി, കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാലത്ത് ഒന്നും ചെയ്യാതെ. ഇത്തരമൊരു വിമർശനം പറഞ്ഞോളൂ. അതിന് രാഹുൽ ഗാന്ധി മറുപടി പറയട്ടെ. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പാക്കില്ല, UPയുടെ കാലത്ത് നടപ്പാക്കിയില്ല, അന്ന് ആർക്കും ഒരു ആശങ്കയില്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ നടപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി പറയുന്നു. തന്റെ കുറെ ആളുകൾക്ക് കിട്ടുന്നു, ഒട്ടനവധി ആളുകൾക്ക് അത് കിട്ടാതെ വരുന്നു. അതിൽ ഒട്ടനവധി അപാകത വരുന്നു. നടപ്പാക്കിയ കാര്യത്തിൽ അപാകത വരുമ്പോൾ ഒട്ടും നടപ്പാക്കാതിരിക്കുന്നതിനേക്കാൾ പ്രശ്നമുണ്ട് കിട്ടാത്ത ആളുകൾക്ക്. ഇപ്പൊ നടപ്പായി എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. നേരത്തെ വേണു പറഞ്ഞതും അതടക്കം ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വളരെ പ്രധാനമാണ്. ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് അനുസരിച്ച് വേണം പെൻഷനിൽ വ്യത്യാസം വരുന്നു, ഡിസ്ക്രിമിനേഷൻ വരുന്നു. ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഇപ്പൊ ഇദ്ദേഹം ഉന്നയിച്ച പ്രധാന ചോദ്യം അതാണ്. എന്ന് റിട്ടയർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ പെൻഷൻ നിശ്ചയിക്കപ്പെടുന്നു. ഇത് പാടില്ല എന്നാണ് തീരുമാനിക്കപ്പെട്ടത്. അപ്പൊ ഈ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുകയും അതിന്റെ ഫലമായി ഇവർക്ക് കിട്ടാതിരിക്കുകയും കുറെ ആളുകൾക്ക് കിട്ടുകയും പ്രധാനമന്ത്രി തന്നെ പറയുന്നു നടപ്പായി എന്ന് പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്ന പ്രത്യേകിച്ചും ലോവർ റാങ്കിലുള്ള ആളുകളാണ് ഇവരൊക്കെ. അത് നമ്മൾ കാണണം. വളരെ ലോവർ റാങ്കിലുള്ള ആളുകളാണ് ഈ സമരം ചെയ്യുന്നതിൽ വലിയൊരു പങ്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി കിട്ടാനൊരു വഴിയുമില്ല, എല്ലാം തീർന്നു. മന്ത്രിയെ കാണാൻ പറ്റുന്നില്ല. കമ്മീഷനിൽ ഇപ്പൊ നേരത്തെ സംഘടനയുടെ കാര്യം പറഞ്ഞു. ഇവരുടെ ഒരു പരാതി ഡൽഹി ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട്. ആ ഡൽഹി ഹൈക്കോടതിയിലെ പരാതി പ്രധാനമായും ഈ ചില സംഘടനകളെ വിളിക്കുന്നു. വ്യക്തികൾ കൊടുത്ത പരാതികൾ പരിഗണിക്കുന്നതേയില്ല. അവസാനം ഡൽഹി ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു വ്യക്തികളുടെ പരാതി പരിഗണിക്കണമെന്ന്. അതൊക്കെ കോടതി പറയേണ്ടി വരികയാണ്. അപ്പോ ഈ ഒറ്റപ്പെട്ടവരാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. വർഷങ്ങളായി OROPക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ സൈനികനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറെ കൊല്ലമായി പ്രായമായി. ഇപ്പൊ പറയുന്നുണ്ട് വളണ്ടറി റിട്ടയർമെന്റ് ആണോ കമ്പൽസറി റിട്ടയർമെന്റ് ആണോ എന്നതനുസരിച്ച് പെൻഷൻ മാറും. അങ്ങനെ പറ്റുമോ? അതെങ്ങനെയാ പറ്റുക? സൈന്യത്തിന്റെ ആവശ്യത്തിന് റിട്ടയർ ചെയ്യുന്നവനും സ്വന്തം ആവശ്യത്തിന് റിട്ടയർ ചെയ്യുന്നവനും റിട്ടയർമെന്റ് കാലാവധി അവിടെ ജോലി ചെയ്ത കാലാവധിയും റാങ്കും അനുസരിച്ച് പെൻഷൻ കിട്ടണ്ടേ? ഇപ്പോ മന്ത്രി പരീക്കർ പറയുന്നത് അത് നമുക്ക് സംശയിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും അനിശ്ചിതത്വത്തിലുള്ള ഒരുപാട് പേരുണ്ട്. അത് നടപ്പായി എന്ന് പറയുകയും കൂടി ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ആശങ്ക ഇരട്ടിക്കും. സംശയമൊന്നും വേണ്ട, കാരണം നടപ്പായല്ലോ, ഇനി ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല, അവരുടെ പ്രതീക്ഷ നശിക്കുന്നു. ഇതാണ് പ്രശ്നം. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ 7ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഇപ്പോഴും ഇതിൽ തീരുമാനമെടുക്കുന്നത് സൈനിക വിഭാഗക്കാരല്ല. അവിടെയാണ് പ്രശ്നം. അത് സിവിലിയൻ ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്നു. അവർക്കാണ് ഇതിൽ നിർണായക പങ്ക്. അത്തരം ചോദ്യങ്ങൾ ഏത് സൈനികനെയും വിഷമിപ്പിക്കും. അവരെത്ര കാലമായി ഉന്നയിക്കുന്ന വിഷയങ്ങളാ. കുറച്ച് പൈസ കിട്ടുന്നത് മാത്രമല്ല, സൈനികന്റെ ആത്മാഭിമാനമാണ് പ്രശ്നം, എന്റെ ഇജ്ജത്താണ് പ്രശ്നം എന്നാണ് സൈനികൻ എഴുതുന്നത്. അത് മനസ്സിലാക്കാൻ രമേശിനൊക്കെ കഴിയണമല്ലോ. അതാണല്ലോ കുറെ കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ആ സൈനികന്റെ ആത്മാഭിമാനം മറ്റു പലർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അതൊരു വലിയ വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് നീതി കിട്ടാൻ പോകുന്നില്ല, ഇതൊക്കെ പറയുന്ന അതാണ്. എനിക്കിത് കിട്ടാൻ പോകുന്നില്ല, എനിക്കറിയാം, കാരണം ഞങ്ങളെ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആത്മഹത്യ അംഗീകരിക്കുകയല്ല. ആത്മഹത്യ ചെയ്ത് വളരെ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്. പക്ഷേ ആ സൈനികന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ
എങ്ങനെയാണെന്ന് കാണേണ്ടത്. വളരെ ലളിതമായി താത്വികമായി ഫണ്ടില്ല, ആലോചിക്കാം, പറയാം എന്ന രൂപത്തിലൊക്കെയാണോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിമാരും കാണേണ്ടത്? അവിടെയാണ് പ്രശ്നം. ദേശസ്നേഹത്തിന്റെ കാര്യത്തിൽ വരുമ്പോ മറ്റുള്ളവരെ കുറ്റം പറയാൻ ദേശസ്നേഹം. രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാൻ അവകാശമില്ല, ഞാൻ സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോഴേ പഠിച്ചിട്ടില്ലെങ്കിൽ, അദ്ദേഹം പഠിച്ചില്ലെങ്കിൽ ടോം അടക്കനോ മറ്റു കോൺഗ്രസുകാരോ പഠിക്കേണ്ടതായിരുന്നു. അവരെന്ത് പഠിക്കാതിരുന്നത് നമുക്കറിയില്ല. അവർക്കെതിരെ ദേശസ്നേഹം പിന്നെ ഇവരുടെ അത്ര കുത്തക അവർ പറയുന്നില്ല. അതുകൊണ്ട് ചിലപ്പോ ഇല്ലാത്തതായിരിക്കും. പക്ഷെ ഇവിടെ തീർച്ചയായും ഈ ആത്മഹത്യ ഏതെങ്കിലും തരത്തിലുള്ള ചിന്ത നമ്മുടെ പ്രധാനമന്ത്രിയിലും കേന്ദ്ര സർക്കാരിലും ഉണ്ടാക്കുമോ? ഇതിനൊരു പരിഹാരം കാണുമോ? ഇതാണ് പ്രധാന ചോദ്യം. ശരി, ആ ചോദ്യത്തിനല്ല ഉത്തരം തേടേണ്ടത്. ശരി ശരി. സിആറെ, 2-3 കാര്യങ്ങൾ. നേരത്തെ ഇത് വ്യക്തികൾക്ക് പരാതി കൊടുക്കാൻ അവസരമില്ല, സംഘടനകൾക്ക് മാത്രമേ ഉള്ളൂ സിആർ പറഞ്ഞല്ലോ. ഈ 1 റാങ്ക് 1 പെൻഷൻ്റെ വിഷയം വന്ന സമയത്ത് അന്ന് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം പറഞ്ഞു വ്യക്തിപരമായിട്ട് ഈ വിമുക്ത ഭടന്മാർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാവണം. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകളാണ് എതിർത്തത്. ഞങ്ങളുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയിലെ എല്ലാ വിമുക്ത ഭടന്മാരും ഞങ്ങളുടെ സംഘടന കൂടെയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സംഘടനയുമായിട്ട് ചർച്ച ചെയ്യണമെന്നുള്ള അവരാണ് വാശി പിടിച്ചത്. 21 ആവശ്യങ്ങളാണ് അന്ന് സമരം ചെയ്ത സംഘടനകൾ മുമ്പോട്ട് വെച്ചത്. അതിൽ 14 എണ്ണം ഗവൺമെൻറ് അംഗീകരിച്ചു. ഗവൺമെൻറ് അംഗീകരിക്കാൻ പറ്റാത്ത 7 കാര്യങ്ങൾ അന്ന് തന്നെ മനോഹർ പരീക്കർ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഗവൺമെൻറ് അംഗീകരിച്ച 14 കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത 7 കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിരുന്നു. അത് ഗവൺമെന്റിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ മരണപ്പെട്ടിട്ടുള്ള ആളടക്കം അതൊരു സംഘടനയുടെ സമരമാണ് സിആർഎ. അത് അന്ന് വിമുക്ത ഭടന്മാരുടെ സംഘടനയുണ്ട്, അവർക്കിപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല. നമ്മൾ ആ ആവശ്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നത്. കാരണം ഗവൺമെന്റിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ന്യായം തന്നെയാണ്. നമ്മൾ അന്യായമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഗവൺമെന്റിന് പ്രായോഗികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കിട്ടിയില്ല എന്നുള്ള വസ്തുതയാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പണം കൊടുക്കുന്നത്. ആ 4 ഇൻസ്റ്റാൾമെന്റ് പൂർത്തീകരിച്ചാൽ മാത്രമേ മുഴുവൻ വിമുക്ത ഭടന്മാർക്കും കാശ് കിട്ടുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. 5500 കോടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതാണ്ട് 50% പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി 50% ബാക്കിയുണ്ടെന്ന് ഓപ്പണായിട്ട് പ്രധാനമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന് ഈ കാര്യത്തിലൊന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യകരമായി പോയി. നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആളുകൾക്ക് എത്ര പേർക്ക് കിട്ടുന്നു എന്നുള്ളതല്ല, കിട്ടാത്തത് കൊണ്ട് ഒരാൾ മരണപ്പെടുന്നു എന്നുള്ളത് കിട്ടിയതിൻ്റെ മാറ്റു കുറക്കുകയാണ് എന്നുള്ള നിങ്ങളുടെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ ഇന്റൻഷൻ ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് സൈനികന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിൽ വിലക്കെന്തിന്? ഇടവേളയ്ക്ക് ശേഷം.